നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് ആർക്കിടെക്ട് കിരൺ ജോൺസൺ ആണ്. ബിഗ് സ്പേസ് ആർക്കിടെക്റ്റിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റും അതുപോലെ തന്നെ ശ്രീധരം ഹൈ ഹോസ്പിറ്റലിലെ ഹെഡ് ആർക്കിടെക്റ്റുമാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിനിപ്പം ഒരു 8 ഇയേഴ്സോളം ആർക്കിടെക്ട് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 ലാക്ക് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കൊമേഴ്ഷ്യൽ ഹോസ്പിറ്റൽ, ശ്രീധരം പോലത്തെ ഒരു കൊമേഴ്ഷ്യൽ ഹോസ്പിറ്റൽ സാറ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി EPS പാനൽ മെത്തേഡ് ചൂസ് ചെയ്യുന്ന BuildDC ഗ്ലോബലിനെയാണ് സാർ ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് സാറ് BuildDCനെ ചൂസ് ചെയ്യാൻ കാരണം? അതുപോലെ സാറിൻ്റെ എക്സ്പെക്റ്റേഷനെ ഒരു മീറ്റ് ചെയ്തു? ശ്രീധരം ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊജക്റ്റാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ 3 മെയിൻ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിൻ്റെ 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫാസ്റ്റ് ആയിരിക്കണം, രണ്ടാമത്തേത് ക്ലീൻ ആയിരിക്കണം, മൂന്നാമത് സ്ട്രക്ചറലി റിലയബിൾ ആയിരിക്കണം. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് വെച്ച് ഞാൻ നമ്മുടെ ടീം കൂടുതൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോഴും വർക്ക് ചെയ്തപ്പോഴും നമ്മൾ EPS പാനൽ ഷോക്ക് ട്രീറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് മനസ്സിലായി. ആ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആരാണ് ഈ ഒരു മെത്തേഡിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റിസർച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് BuildDC എന്ന ഫേമിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. ആൻഡ് അവർ അവർ ഇതിലൊരു എക്സ്പേർട്ട് തന്നെയാണ്, ദേ ആർ പ്രൊഫഷണൽ. അവർ ആ പ്രൊജക്റ്റ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ BuildDCയിലേക്ക് വന്ന് എത്തിയത്. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ സൈറ്റിലോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിലപ്പം ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് കാണാം നിങ്ങളുടെ ഒരു ടീമിൽ നിന്ന്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഫേസ് ചെയ്തത്? എങ്ങനെയാണ് BuildDC നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? ഉറപ്പായിട്ട് നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്നാമത് ഇതൊരു ഹോസ്പിറ്റലാണ്, അത് വർക്കിംഗ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ കൂടെയാണ് നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇത് പുതിയൊരു മെത്തേഡുമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻസ് അല്ല, വേറെ കുറേ പ്രോസസ്സുണ്ട് അതിൻ്റെ പുറകെ കൂടെ. ഇപ്പം ലൈക്ക് ഇലക്ട്രിക്കലാവാം, എയർ ഹാൻഡ്ലിംഗ് ഉണ്ടാവാം, അങ്ങനെ ന്യൂമാറ്റിക് ആവാം, അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ നൂലിൽ കോർത്തെടുത്താൽ മാത്രമേ നമുക്കൊരു ഫൈനൽ ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. എങ്ങനെ നമ്മൾ കുറേ കാര്യം എക്സിക്യൂട്ട് ചെയ്യും, എങ്ങനെയാണ് ആർക്കും ഒരു ടൈം ലാഗ് വരാതെ കറക്റ്റ് ടൈം ലൈനിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മളിതൊരു ക്വാളിറ്റിയോടെ ഡീറ്റെയിലോടുകൂടി എങ്ങനെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ടീമാണ്. ആ കൺസ്ട്രക്ഷൻ ടീമിൻ്റെ കൂടെ BuildDC വളരെ വേഗം തന്നെ ബ്ലെൻഡ് ആവുകയും എന്തൊരു ചലഞ്ച് നമുക്ക് വന്നു കഴിഞ്ഞാലും അതിനെ നമുക്കൊരു നല്ല ക്വാളിറ്റിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതിനെ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാനും BuildDC ടീം ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് എവറിത്തിങ് വെൻ വെൽ. ഇപ്പം സാറ് പറഞ്ഞു കൺവെൻഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഈ ഒരു ശ്രീധരം ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു മനയുടെ ഒരു തീമിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം ആർച്ചസ് ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ കൺവെൻഷൻ ബിൽഡിംഗ് നമ്മളിതിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കോസ്റ്റ് വെച്ചിട്ടാണെങ്കിലും എത്രത്തോളം BuildDCക്ക് ഈ EPS പാനൽ വെച്ചിട്ട് ഇതിനൊന്ന് ഓവർകം ചെയ്യാൻ പറ്റി, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ? ഇത് നമ്മുടെ ബിഗ് സ്പേസ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഫേം ഒരു മെയിൻ എയിം അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളോട് ബിലോങ് ചെയ്യുന്ന ഒരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുക, ജീവനുള്ള ഒരു ബിൽഡിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. നമ്മൾ അത് ഡിസൈൻ പ്രിൻസിപ്പിൾസ് വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ അതിനു വേണ്ടി ഒരു ജീവനുള്ള ബിൽഡിംഗ് ഉണ്ടാവാൻ നമ്മൾ കുറേ ടെക്നിക്സുകളും മെത്തേഡ്സും ഓരോ നല്ല സ്ഥലവും ഓരോ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ കൺവെൻഷണൽ രീതിയിൽ കൂടെയും നമുക്കതിനെ കൊണ്ടുവരാം. ബട്ട് അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മുടെ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമുക്ക് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും അത് നമുക്ക് തീരെ കുറച്ചുമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ EPS പാനൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ കുറേ EPS പാനലിൻ്റെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ട്രക്ചറലി ഭയങ്കര റിലയബിൾ ആണ്, ക്യൂറിങ് ടൈം കുറവ് മതി, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വെച്ച് പിന്നെ നമ്മൾ എന്ത് ഷേപ്പ് നമ്മൾ പറയുന്നോ അത് നമുക്ക് നിസ്സാരമായിട്ട് അതിൽ ചെയ്തെടുക്കാം. ഫ്രെയിം വർക്കൊന്നും അധികം വേണ്ട, സ്കഫോൾഡിങ്ങുകളൊക്കെ കുറവ് മതി, അതൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഔട്ട് കിട്ടും. അപ്പം എൻ്റെ ഡിസൈൻ ഐഡിയാസ്, ഞങ്ങളുടെ ടീമിൻ്റെ ഡിസൈൻ ഐഡിയാസ് ആ ഷോർട്ട് ടൈമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്
EPS പാനലും ഷോക്ക് ട്രീറ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നിക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, അതിനെ സൈറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യണം. അത് BuildEasy എന്ന് പറയുന്ന ടീം അതിമനോഹരമായിട്ട് പ്രൊഫഷണലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം സസ്റ്റൈനബിലിറ്റിയും അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി ഫാക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ EPS എത്രത്തോളം ഈ ബിൽഡിങ്ങിൽ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് സാറിന്? നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു ഫാക്ടറാണ് സസ്റ്റൈനബിളായിട്ട് മാക്സിമം ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. EPS പാനലും ഷോക്ക് ട്രീറ്റും ഉപയോഗിച്ചത് ഒരു വലിയ രീതിയിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ EPS പാനൽ ഇൻസുലേഷൻ, തെർമൽ ഇൻസുലേഷൻ എന്നുള്ള രീതിയിലും എനർജി ലോഡ് കുറയ്ക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഷോക്ക് ട്രീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വേസ്റ്റേജ് വളരെയധികം കുറവാണ്, ലേബർ ഇൻറ്റൻസീവ് അല്ല, വാട്ടർ വേസ്റ്റേജ് കുറവാണ്. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോഴും EPSും ഷോക്ക് ട്രീറ്റും സസ്റ്റൈനബിലിറ്റി എന്നൊരു ഫാക്ടറിനെയും എനർജി മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറും നന്നായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഈ പ്രൊജക്റ്റിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചിലവഴിച്ചതിനും അതുപോലെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തന്നതിലും ഒരുപാട് നന്ദി. താങ്ക് യു.